നമസ്കാരം. പ്രധാന വാർത്തകൾ. ട്രെയിൻ നിരക്ക് വർധന പിൻവലിക്കണമെന്ന ഡിവൈഎഫ്ഐ. നിരക്ക് വർധനയ്ക്കെതിരെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് യുവജന മാർച്ച്. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് നയം ഇന്ത്യൻ റെയിൽവേയെ തകർത്തെന്ന് നേതാക്കൾ. പുതുശ്ശേരിയിൽ മദ്യപിച്ചാണ് കുട്ടികൾ കരോൾ നടത്തിയതെന്ന ബിജെപി നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ രക്ഷിതാക്കൾ. അധിക്ഷേപം അക്രമത്തേക്കാൾ വേദനിപ്പിച്ചു. അക്രമത്തിന് ശേഷം അധിക്ഷേപം തുടരുന്നത് ശരിയല്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ. മതസൗഹാർദ്ദം തകർക്കുന്ന ഒരു നടപടിയും കോൺഗ്രസ് അംഗീകരിക്കില്ല. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിക്ക് 59 വർഷം തടവ്. ബാലികയെ പീഡിപ്പിച്ച കേസിൽ വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ശിക്ഷിച്ചത് ചെറുതുരുത്തി ഇരട്ടക്കുളം സ്വദേശി 36 വയസ്സുള്ള അബ്ദുൾ റഹ്മാനെ. പ്രതി 90,000 രൂപ പിഴയടയ്ക്കണമെന്നും ഉത്തരവ്. കൊളപ്പള്ളി പാലക്കാട് പാതയിൽ ഷൊർണൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിൽ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു. BMBC വർക്കുകൾ തുടങ്ങിയത് കൊളപ്പള്ളിയിൽ നിന്ന്. പാത നവീകരണം ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചെലവിൽ. വാളയാർ ആൾക്കൂട്ട മർദ്ദന കൊലപാതകം പോലീസിന്റെ വീഴ്ചയെന്ന സോളിഡാരിറ്റി. കേസ് ദുർബലമാക്കാനുള്ള നീക്കം അനുവദിക്കില്ല. വാളയാറിൽ നടന്നത് വംശീയ കൊലപാതകമെന്നും സോളിഡാരിറ്റി. തിരുപ്പിറവിയുടെ സ്മരണയിൽ നാട് ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക്. ദേവാലയങ്ങളിൽ വിപുലമായ പരിപാടികൾ. തിരുപ്പിറവി കർമ്മങ്ങൾ രാത്രി 10:30 തുടങ്ങും. കൊളപ്പള്ളി അന്തിമഹാകാളൻകാവ് താലപ്പൊലിക്ക് ക്ഷേത്രവും തട്ടകവും ഒരുങ്ങി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് നയം ഇന്ത്യൻ റെയിൽവേയെ തകർത്തെന്ന് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ. റെയിൽവേ നിരക്ക് വർധനയ്ക്കെതിരെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റിയാസുദ്ദീൻ. നരസിംഹറാവുവിന്റെ കാലത്ത് ആരംഭിച്ച ജനവിരുദ്ധ കോർപ്പറേറ്റ് വൽക്കരണം കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കുകയാണെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ കുറ്റപ്പെടുത്തി. റെയിൽവേ നിരക്ക് വർധനയ്ക്കെതിരെയാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചത്. റെയിൽവേ സ്വകാര്യവൽക്കരണം വഴി യാത്ര സുരക്ഷിതമല്ലാതായി. ദശലക്ഷക്കണക്കിന് പേർ തൊഴിൽ ഇല്ലാതിരിക്കുമ്പോഴും റെയിൽവേയിൽ നിയമനങ്ങൾ നടക്കുന്നില്ല. 15 ലക്ഷത്തിലേറെ പേർ തൊഴിൽ ചെയ്തിരുന്ന റെയിൽവേയിൽ ഇന്ന് തൊഴിലാളികളുടെ എണ്ണം 10 ലക്ഷത്തിൽ താഴെയാണ്. നവലിബറൽ നയത്തിന്റെ ഭാഗമായി റെയിൽവേ ബജറ്റ് ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാർ വർഷത്തിൽ 2 തവണയാണ് നിരക്ക് വർധനവ് നടപ്പിലാക്കിയത്. ഡിവിഷൻ ഓഫീസുകൾ വരെ വെട്ടിക്കുറയ്ക്കുന്ന റെയിൽവേ ഇതുവരെ നൽകിയ ആനുകൂല്യങ്ങളും നിഷേധിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാട്ടം തുടരുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ M രൺദീഷ്, ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് നാസിം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ഷക്കീർ, ഷിബി കൃഷ്ണ, PV രതീഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കിഷോർ, ഷൈജു, MA ജിതിൻരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതുശ്ശേരിയിൽ മദ്യപിച്ചാണ് കുട്ടികൾ കരോൾ നടത്തിയതെന്ന BJP നേതാവിന്റെ പ്രസ്താവന അക്രമത്തേക്കാൾ വേദനിപ്പിച്ചെന്ന് മർദ്ദനമേറ്റ കുട്ടികളുടെ രക്ഷിതാക്കൾ. BJP നേതാക്കളുടെ അധിക്ഷേപത്തിനെതിരെ പരാതി നൽകുമെന്നും രക്ഷിതാക്കൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പുതുശ്ശേരി കുരുടിക്കാട് പ്രദേശത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ കരോൾ നടത്തിയത്. കരോൾ നടത്തിയ വിദ്യാർത്ഥികളിൽ ചിലരെ BJP പ്രവർത്തകർ ആക്രമിക്കുകയും ബാൻഡ് വാദ്യം തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. സംഭവം വിവാദമായതോടെ പ്രാദേശിക RSS പ്രവർത്തകൻ അശ്വിൻ രാജിനെതിരെ പോലീസ് കേസെടുത്തു. കരോൾ സംഘത്തിന് നേരെയുണ്ടായ അക്രമത്തിനെതിരെ ഡിവൈഎഫ്ഐയും പ്രതിഷേധിച്ചു. സംഭവം വിവാദത്തിലേക്ക് നീങ്ങിയതോടെയാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ കരോൾ സംഘം മദ്യപിച്ചെന്ന വാദവുമായി രംഗത്ത് വന്നത്. ഇതിനെതിരെയാണ് രക്ഷിതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. രാഷ്ട്രീയം പോലും അറിയാത്ത കുട്ടികളാണ് കരോൾ നടത്തിയത്. എല്ലാ കുട്ടികളും 15 വയസ്സിൽ താഴെയുള്ളവരാണെന്നും BJP നേതാക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ പരാതി നൽകുമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. കരോളുമായി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞായിരുന്നു അക്രമമെന്നും രക്ഷിതാക്കൾ കൂട്ടിച്ചേർത്തു. ഈ 6-7 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യപിക്കുന്നുള്ളതാണെന്ന് പറയണത് എത്രത്തോളം ഒരു ഇതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഇത് കേരളമാണ്, അല്ലാതെ UP ഒന്നും അല്ലാതെ. എത്ര വയസ്സുള്ള കുട്ടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്? ഒരു 11, 12, 13 ഈ വയസ്സുള്ള കുട്ടികൾ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരുന്നു ഈ കരോൾ സംഘത്തിലുണ്ടായിരുന്നു. താഴെയുള്ള കുട്ടികൾ ഒരു 6-7 കുട്ടികൾ, 10 കുട്ടികളുടെ താഴെ ഉണ്ടാവുക, അത്രേ ഉള്ളൂ. ഇല്ല, മുതിർന്നവരാരും ഇല്ല. ഇപ്പൊ മദ്യപിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ നിങ്ങൾക്ക് വലിയ വിഷമമായോ? വിഷമം മാത്രമല്ല, അതൊരു സങ്കടം പോലെ തോന്നി. കാരണം ഒരു അച്ഛൻ എന്ന രൂപത്തിലേക്ക് ഈ 12 വയസ്സിൽ
കുട്ടികൾക്ക് മദ്യപിച്ചിട്ട് ലക്കില്ലാതെ ഇത് നടത്തുക എന്നുള്ള ഒരു പ്രചരം ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയല്ലേ. കാരണം ഇവരൊക്കെ ഈ 12 വയസ്സുള്ള അച്ഛനമ്മമാരാണല്ലോ ഇവരൊക്കെ ഉള്ളത്. ഈ പറഞ്ഞ ആൾക്കാർ ആരായാലും ഈ 12 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിൽ വീർന്നിട്ടുണ്ടാവും. ഇവർക്കൊക്കെ ആ സമയത്ത് ഈ മദ്യം കൊടുത്തിട്ടാണ് അവർ വളർത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മതസൗഹാർദ്ദം തകർക്കുന്ന ഒരു നടപടിയും കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. കുട്ടികളുടെ കരോൾ സംഘത്തെ ആക്രമിച്ച ശേഷവും അധിക്ഷേപം തുടരുന്നത് ആര് ചെയ്താലും ശരിയല്ലെന്നും എ തങ്കപ്പൻ പറഞ്ഞു. കുട്ടികളുടെ കരോൾ സംഘത്തിന് നേരെയുണ്ടായ മർദ്ദനത്തെയും പിന്നീടുണ്ടായ അധിക്ഷേപത്തെയും അംഗീകരിക്കാനാകില്ല. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന ഒരു പ്രവൃത്തിയും കോൺഗ്രസ് അംഗീകരിക്കില്ലെന്നും എ തങ്കപ്പൻ പറഞ്ഞു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഓണവും പെരുന്നാളും ക്രിസ്മസും ആഘോഷിക്കാറുണ്ട്. ഇതാണ് കേരളത്തിന്റെ പാരമ്പര്യം. പള്ളിയുടെ അനുവാദം കരോളിനില്ലെന്ന വാദം ശരിയല്ല. പള്ളിയുടെ അനുവാദമില്ലാതെയും കരോൾ നടത്താവുന്നതാണ്. കുട്ടികളാണ് ഈ കരോൾ രാത്രി ആഘോഷിക്കുന്നത്. ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന മുഴുവൻ എല്ലാ കുട്ടികളും എൻ്റെ അടുത്തുള്ള ഹിന്ദു കുട്ടികളാണ്. അത് ജാതി മതമൊന്നുമില്ല. അതുപോലെ തന്നെ ഓണത്തിനും പെരുന്നാളിനും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു വിളനിലമായി നടത്തുന്ന ഒരു സംസ്ഥാനമാണ്. ഇതിന്റെ പേരിൽ ആ കുട്ടികളെ അടിക്കാനോ അത് ആക്ഷേപിക്കാനും നിൽക്കുന്നത് ശരിയല്ല. അത് മതസൗഹാർദ്ദം തകർക്കുന്നതാണ്. നമ്മൾ ഒരുമയോട് ഒറ്റക്കെട്ടായി പോകുന്ന മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും കൂടുതൽ മാതൃകയായിട്ടുള്ള കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു സമീപനം ആര് സ്വീകരിക്കണം ശരിയല്ല. അവരോട് മർദ്ദിക്കുകയും പിന്നെ അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന എന്താർത്ഥം? ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ 100% അത് നമ്മുടെ സൗഹൃദത്തിനെയും എല്ലാവരുടെയും ഒരു ഒറ്റക്കെട്ടായി പോകുന്ന മനസ്സിനെ ഇല്ലാണ്ടാക്കാനാകും. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പാലക്കാട് നഗരസഭയിൽ UDF ആവശ്യമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ച് KPCC വിശദീകരിക്കുമെന്നും സ്ഥാനാർത്ഥികൾ ആരെല്ലാമെന്ന് തീരുമാനിക്കേണ്ടത് KPCC ആണെന്നും എ തങ്കപ്പൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊളപ്പുള്ളി പാലക്കാട് സംസ്ഥാന പാതയിൽ തകർച്ച നേരിട്ട ഭാഗങ്ങളിൽ BMBC വർക്കുകൾ ആരംഭിച്ചു. ബുധനാഴ്ച മുതൽ കൊളപ്പുള്ളിയിൽ നിന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്. പാതയിലെ ഷൊർണൂർ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന കൊളപ്പുള്ളി ടൗൺ മുതൽ ആശാദീപം സ്കൂൾ വരെയും വാണിയംകുളം ടൗൺ മുതൽ മനുശ്ശേരി KM ഓഡിറ്റോറിയം വരെയുമാണ് BMBC വർക്കുകൾ നടത്തുന്നത്. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചെലവിലാണ് പാത നവീകരണം. കുളപ്പുള്ളി പാലക്കാട് സംസ്ഥാന പാതയിൽ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് BM&BC നിലവാരത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. ബുധനാഴ്ച മുതൽ കുളപ്പുള്ളി ടൗണിൽ നിന്നുമാണ് പ്രവൃത്തികൾക്ക് തുടക്കം. പാതയിലെ ഷൊർണൂർ നിയോജകമണ്ഡലം പരിധിയിൽ ഉൾപ്പെടുന്ന കുളപ്പുള്ളി ടൗൺ മുതൽ ആശാദീപം സ്കൂൾ വരെയും വാണിയംകുളം ടൗൺ മുതൽ മനുശ്ശേരി KM ഓഡിറ്റോറിയം വരെയുമാണ് BMBC നിലവാരത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. കുളപ്പുള്ളിയിൽ രാവിലെ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് പാതയിലെ നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. P. മമ്മിക്കുട്ടി MLAയുടെ ഇടപെടലിനെ തുടർന്ന് 5 കോടി രൂപയാണ് പ്രത്യേക പാക്കേജായി പ്രവൃത്തികൾക്ക് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ തുക പോരാതെ വന്നതിനാൽ 3 കോടി രൂപ കൂടി അനുവദിച്ചു കിട്ടാനുണ്ടെന്ന് PWD അധികൃതർ പറഞ്ഞു. PWD ഒറ്റപ്പാലം സെക്ഷന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. മലബാർ പ്ലസ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലൈംഗിക അതിക്രമ കേസിൽ ചെറുതുരുത്തി സ്വദേശിയായ പ്രതിക്ക് 59 വർഷം തടവ്. ബാലികയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലാണ് ചെറുതുരുത്തി ഇരട്ടക്കുളം സ്വദേശി 36 വയസ്സുള്ള ചേരിക്കലിന്മേൽ വീട്ടിൽ അബ്ദുൾ റഹ്മാനെ വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ശിക്ഷിച്ചത്. വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് R. മിനിയാണ് പ്രതിയെ ശിക്ഷിച്ചത്. 59 വർഷവും 3 മാസവും കഠിന തടവും 90,000 രൂപ പിഴയുമാണ് ശിക്ഷ. പിഴതുക അടച്ചില്ലെങ്കിൽ 23 മാസം അധിക തടവ് അനുഭവിക്കണം. 2024 ജൂലൈ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. പ്രതി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. വടക്കാഞ്ചേരി പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് E.A. സീനത്ത് ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാളയാർ ആൾക്കൂട്ട മർദ്ദന കൊലപാതകം കേരള പോലീസിന്റെ കൃത്യവിലോപം മൂലമെന്ന് സോളിഡാരിറ്റി. വംശീയ കൊലപാതകമാണ് വാളയാറിൽ നടന്നതെന്നും സംഘപരിവാറാണ് ഇതിന് ഉത്തരവാദിയെന്നും സോളിഡാരിറ്റി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്രതികൾക്ക് തെളിവ് നശിപ്പിക്കാൻ കേരള പോലീസ് കൂട്ടുനിന്നെന്നും സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി അനീസ് ആദം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വാളയാറിൽ രാംനാരായൺ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സമയത്തും ശേഷമുള്ള നടപടിക്രമങ്ങളിലും ഗുരുതരമായ കൃത്യവിലോപമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബംഗ്ലാദേശിയാണെന്ന സംശയത്തിൻ്റെ പേരിലാണ് രാംനാരായണനെ സംഘപരിവാർ സംഘം അതിക്രൂരമായി മർദ്ദിച്ചത്.
രാംനാരായണൻ്റെ ശരീരത്തിൽ 80-ലധികം മുറിവുകളുണ്ടാവുന്ന തരത്തിലാണ് മർദ്ദനം. മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഉത്തരേന്ത്യൻ രീതിയാണ് ഇവിടെയും നടന്നത്. ഒടുവിൽ കരോൾ നടത്തുന്ന സംഘത്തെ പോലും BJP ആക്രമിച്ചത് വംശീയ മതവിദ്വേഷത്തിൻ്റെ ഭാഗമാണെന്നും സോളിഡാരിറ്റി നേതാക്കൾ പറഞ്ഞു. മരിച്ച രാംനാരായണൻ പട്ടികജാതിക്കാരനാണെന്ന് അറിഞ്ഞിട്ടും SC/ST അട്രോസിറ്റി ആക്ട് ചേർക്കാത്തത് പ്രതികളെ രക്ഷിക്കാനാണ്. വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ യഥാസമയം സർക്കാർ നടപടിയെടുക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് വാളയാറിൽ സംഭവിച്ചത്. സംഘപരിവാർ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും പോലീസിൻ്റെ കൃത്യവിലോപത്തിനെതിരെയും നടപടി സ്വീകരിക്കുകയും രാംനാരായണൻ്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്ന് അനീസ് ആദം ആവശ്യപ്പെട്ടു. രാംനാരായണന്റെ ആൾക്കൂട്ട കൊലപാതകമടക്കം കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലയിൽ ക്രിസ്മസ് കരോളിനെതിരെ RSS ആക്രമണം ഉണ്ടായത്. അങ്ങേയറ്റം മതവിദ്വേഷവും വംശീയ വെറിയും. ഈ രാംനാരായണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ കണ്ടതാണ്. പോലീസ് അതിൽ പറഞ്ഞത് ചായ കണ്ടപ്പോൾ ലുക്ക് കണ്ടപ്പോൾ ബംഗ്ലാദേശിയായി തോന്നി എന്നാണ്. ലുക്ക് കണ്ടപ്പോൾ ബംഗ്ലാദേശിയായി തോന്നി, അങ്ങനെയാണ് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുന്നതെന്നാണ് പോലീസ് പറഞ്ഞത്. ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഭാഷ അറിയാതെ നിസ്സംഗതയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മുഖത്തേക്കിട്ട് ചവിട്ടി. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിലുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിൽ 84-ലധികം മുറിവുണ്ടായിരുന്നു എന്നാണ്. അടി കിട്ടാത്ത, മുറിവേൽക്കാത്ത ഒരു ഭാഗവും കേവലം 48 കിലോ മാത്രം വെയിറ്റ് വരുന്ന ഒരു മനുഷ്യനെയാണ് അങ്ങേയറ്റം മൃഗീയമായ കൊലപാതകത്തിന്, ആൾക്കൂട്ട കൊലപാതകത്തിന് സംഘപരിവാർ പ്രവർത്തകർ, ശക്തികൾ അതിന് ഇരയാക്കിയത് എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം മനസാക്ഷിയുള്ള, മനുഷ്യത്വമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനെ മരവിപ്പിക്കുന്നതാണ് എന്നതിലൊരു സംശയമില്ല. സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് മോസിൻ തൃത്താല, റഫീഖ് പുതുപ്പള്ളി തെരുവ്, നവാഫ് പത്തിരിപ്പാല എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ന്യൂ രാഗം തിയേറ്ററിൽ തീപിടുത്തം. പ്രേക്ഷകരെ വേഗം തിയേറ്ററിന് പുറത്തെത്തിച്ചതിനാൽ വൻ അപകടം ഒഴിവായി. ചൊവ്വാഴ്ച വൈകിട്ട് 9 മണിയോടെയാണ് തിയേറ്ററിൽ തീപിടുത്തമുണ്ടായത്. സ്ക്രീനിൻ്റെ ഭാഗത്ത് തീ പടരുകയായിരുന്നു. സിനിമ കാണാനെത്തിയ മുഴുവൻ ആളുകളോടും കെട്ടിടത്തിന് പുറത്തിറങ്ങാൻ നിർദ്ദേശം നൽകി. ഇതുകൊണ്ട് വൻ അപകടം ഒഴിവായി. ദിലീപ് ചിത്രം ഭബവ സിനിമാ പ്രദർശനത്തിനിടെയാണ് അപകടം ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾക്കായി ഷൊർണൂർ മേഖലയിലെ ദേവാലയങ്ങൾ ഒരുങ്ങി. രാത്രി 10:30 മണിയോടെ തിരുപ്പിറവി കർമ്മങ്ങൾ ആരംഭിക്കും. വിവിധ പരിപാടികളാണ് ഓരോ ദേവാലയങ്ങളും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷത്തിനായി ഷൊർണൂരിലെ ദേവാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുപ്പിറവി കർമ്മങ്ങൾക്ക് പുറമെ വ്യത്യസ്തമാർന്ന പരിപാടികളാണ് ഓരോ ദേവാലയങ്ങളും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഷൊർണൂർ സെൻറ് ആഗ്നസ് ചർച്ചിൽ രാത്രി 10:30 തിരുപ്പിറവി കർമ്മ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ശുശ്രൂഷ ചടങ്ങുകളും ഉണ്ടാകും. ഫാദർ അനു കളപ്പുരയ്ക്കൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവേളയിൽ നിരവധി പേർ പങ്കെടുക്കും. ആഘോഷത്തിനായി പുൽക്കൂടുകൾ ഉൾപ്പെടെയുള്ള നിരവധി ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 1 മണി വരെ ചടങ്ങുകൾ തുടരും. കുട്ടികളുടെ ഡാൻസ്, പാട്ട് എന്നിവയും ഉണ്ടായിരിക്കും. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഷൊർണൂർ ഓട്ടിസം സെന്ററിന്റെ ക്രിസ്തുമസ് പരിപാടി ആഘോഷമാക്കി മാറ്റി. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ആഘോഷ പരിപാടി. സ്റ്റേഷൻ CI രവികുമാർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ഓട്ടിസം സെന്ററിന്റെ ഇത്തവണത്തെ ക്രിസ്മസ് പരിപാടി ആഘോഷമാക്കി മാറ്റി. അല്പനേരം ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ആഘോഷ തിമിർപ്പിലായിരുന്നു. രാവിലെ ടൗണിൽ നിന്നും കുട്ടികളുടെ നേതൃത്വത്തിൽ കരോൾ ഗാനവും പാപ്പായുമായി സ്റ്റേഷനിലേക്ക് ഘോഷയാത്രയുമുണ്ടായി. തുടർന്ന് സ്റ്റേഷൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം CI രവികുമാർ നിർവഹിച്ചു. എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ ഇവിടെ ഉള്ളപ്പോഴും ഞങ്ങളുടെ ഇടയിലേക്ക് ഈ കുരുന്നുകളുമായിട്ട് വന്ന് കയറാൻ തോന്നിയ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹത്തിനും ആശയത്തിനും ഈ പോലീസ് സ്റ്റേഷനിലെ 50-ഓളം പോലീസുകാർ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളോട് ഏവരോടും ഞങ്ങളുടെ എളിയ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവിധ ക്രിസ്മസ് നവവത്സര ആശംസകളും ഒരു എളിയ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അറിയിക്കുന്നു. തുടർന്ന് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിക്കലും നടന്നു.
പോലീസുകാരുടെ വക കുട്ടികൾക്ക് മിഠായി വിതരണവും ഉണ്ടായി. ആഘോഷം മാറ്റുകൂട്ടാൻ ഓട്ടിസം സെന്ററിലെയും PRCയിലെയും ജീവനക്കാരുടെ ക്രിസ്മസ് ഗാനങ്ങളും ആലപിച്ചു. ആഘോഷ പരിപാടി കൂടുതൽ കളറാക്കാൻ സ്റ്റേഷനിലെ പോലീസുകാരൻ്റെ ഗാനവും ഉണ്ടായി. ചടങ്ങിൽ ഓട്ടിസം സെന്ററിലെ ക്രിസ്മസ് ആശംസാ കാർഡുകൾ ബോക്സിംഗ് മത്സര ജേതാവ് അംന CI രവികുമാറിന് സമ്മാനിച്ചു. ചടങ്ങിൽ BPC ബിന്ദു അധ്യക്ഷയായിരുന്നു. സുരേഷ്, ശ്രീരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷ പരിപാടികൾ മണിക്കൂറുകളോളം നീണ്ടു. കുട്ടികളുടെ രക്ഷിതാക്കളും സ്റ്റേഷനിലെ 50ഓളം പോലീസുകാരും ആഘോഷ പരിപാടിയിൽ സന്നിഹിതരായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ EP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് ചില സമയത്ത് വരുന്നത് അതിൽ മധുരമില്ല ചില ഓർമ്മകളാണ്. എന്നെ ഞാനാക്കിയ അതിൽ വലിയ പങ്കുവഹിച്ച ഒരു സ്ഥലമാണത്. നിങ്ങളും അതുപോലെ തന്നെ ആവണം. എത്ര സ്ഥലത്ത് പോയാലും എത്രയേറെ ഉയരങ്ങളിലേക്ക് എത്തിയാലും. ഉദ്ഘാടന ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധി സിജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക EC വിനീത സ്വാഗതം പറഞ്ഞു. സോഷ്യൽ ആക്ടിവിസ്റ്റ് രൂപ ജോർജ് കേക്ക് മുറിച്ച് പരിപാടികൾക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചു. PTA പ്രസിഡന്റ് സൂരജ് നന്ദി പറഞ്ഞു. കുട്ടികൾ ചേർന്ന് പുൽക്കൂട് ഒരുക്കി. ക്രിസ്മസ് അലങ്കാര നിർമ്മാണം, ക്രിസ്മസ് റാലി എന്നിവയും നടന്നു. വിവിധ കലാപരിപാടികളുമുണ്ടായി. പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാസിക് ഡോളും ഏറെ ആസ്വാദ്യമായി. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും രക്ഷിതാക്കളും ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്നു. ലീഡർ വിസ്മയ വി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സൗമ്യ M, സ്റ്റാഫ് സെക്രട്ടറി മിനി K, അധ്യാപകരായ PM സൗമ്യമോൾ, ഗ്രീഷ്മ PS, വിനോദിനി M, ഉഷ മോഹൻ, സ്കൂൾ ചെയർമാൻ KM രമേശ്, നന്ദൻ VR എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഫ്രണ്ട്ഷിപ്പ് ഡേയും സംയുക്തമായി ആഘോഷിച്ചു. ക്രിസ്തുമസ് ആഘോഷത്തിനിടെ കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷം. ഏറ്റുമുട്ടലിൽ 5 പേർക്ക് പരിക്കേറ്റു. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിനിടെയാണ് കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. SFI പ്രവർത്തകരായ 2ാം വർഷ BHRM വിദ്യാർത്ഥി ശ്രീഹരി, 3ാം വർഷ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥി അഫ്സൽ, അതുൽ എന്നിവർക്കും ABVP പ്രവർത്തകരായ സൗരവ്, നിഖിൽ എന്നിവർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ SFI പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും ABVP പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും ചികിത്സ തേടി. വൈകിട്ട് 4 മണിയോടെ കോളേജിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ ഡാൻസിനിടെയുണ്ടായ ഉന്തും തള്ളും പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്രിസ്തുമസ് ആശംസകളുമായി ഷൊർണൂരിൽ BJP പ്രവർത്തകർ ദേവാലയത്തിലെത്തി.
BJP ഷൊർണൂർ ആന്തൂർകൂന്ന 25-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് ചർച്ചിലാണ് പ്രവർത്തകർ സ്നേഹ സന്ദർശനം നടത്തിയത്. ഫാദർ അനു കുളപ്പുരയ്ക്കലിന് സ്നേഹ സമ്മാനം നൽകിയാണ് പ്രവർത്തകർ മടങ്ങിയത്. BJP ഷൊർണൂർ ഏരിയ പ്രസിഡന്റ് ഹരീഷ് കുമാർ, SP മുരളി, ഉമ S നായർ, സരിത മനോജ്, രാഹുൽ, നിഹാൽ, മനോജ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. മങ്കര കല്ലൂർ വണ്ട വാഴ്ച ഭഗവതി ക്ഷേത്രത്തിൽ വേലാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിറമാല, ചുറ്റുവിളക്ക്, നൃത്തപരിപാടികൾ എന്നിവയുണ്ടായി. ചൊവ്വാഴ്ച രാവിലെ ഉഷപൂജ, നവകം, പഞ്ചഗവ്യം എന്നിവയോടെ ചടങ്ങുകൾ തുടങ്ങി. വൈകിട്ട് ഗജവീരന്റെ അകമ്പടിയോടെ നടന്ന ആഘോഷങ്ങളിൽ ശിങ്കാരിമേളം, ദേവനൃത്തം, നാടൻ കലാരൂപം, തെയ്യം, ബാൻഡ് വാദ്യം എന്നിവയോടെ കല്ലൂർ കല്ലമ്പക്കാവിൽ നിന്നും എഴുന്നള്ളിപ്പുണ്ടായി. അതിരാവിലെ തന്നെ ക്ഷേത്രത്തിൽ ഭക്തരുടെ വൻ തിരക്കായിരുന്നു. രാത്രി നാടൻപാട്ട്, തായമ്പക എന്നിവയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി അന്തിമഹാകാളൻകാവ് താലപ്പൊലി മഹോത്സവത്തിനായി ക്ഷേത്രവും തട്ടകവും ഒരുങ്ങി. ഡിസംബർ 25 വ്യാഴാഴ്ചയാണ് താലപ്പൊലി മഹോത്സവം. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധയിനം ആഘോഷ പരിപാടികളും നടത്തിയിരുന്നു. കുളപ്പുള്ളി അന്തിമഹാകാളൻകാവ് താലപ്പൊലി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 5:30 ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങും. പിന്നീട് നിവേദ്യം, തായമ്പക, ഉച്ചതിരിഞ്ഞ് 3 മുതൽ 9 വരെ പഞ്ചവാദ്യത്തിൻ്റെയും പാണ്ഡിമേളത്തിൻ്റെയും പൂതൻതിറകളുടെയും തെയ്യം, കാവടി, നാദസ്വരം തുടങ്ങിയ വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്ര നഗരപ്രദക്ഷിണം നടക്കും. വൈകിട്ട് 6:45 ദീപാരാധന, 7:30 കുടമാറ്റം, രാത്രി 9 ആകാശവിസ്മയം, 26 പുലർച്ചെ 3 മുതൽ 3:30 വരെ കേളിപ്പറ്റ്, പിന്നീട് കളമെഴുതിപ്പാട്ട്, 4 മണി മുതൽ 5 മണി വരെ താലം കൊളത്തി എഴുന്നള്ളിപ്പ്, 5:30 കൂറ വലിക്കുന്നതോടുകൂടി ഈ വർഷത്തെ താലപ്പൊലി ചടങ്ങുകൾക്ക് സമാപനമാകും. 25 രാത്രി 10:30 ഡബിൾ തായമ്പകയുമുണ്ടാകും. 5 ഗജവീരന്മാർ അണിനിരക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നൃത്തം അഭ്യസിക്കുന്നവർ ഒരേ സമയം ഒന്നിലധികം ഇനങ്ങൾ പരിശീലിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് പ്രശസ്ത മോഹിനിയാട്ട നർത്തകി സുനന്ദ നായർ. നൃത്തവും അഭിനയവും ഒത്തുചേരുമ്പോൾ ആസ്വാദന നിലവാരം ഉയരുമെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ആർട്ടിസ്റ്റിൽ സുനന്ദ നായർ പറഞ്ഞു. ഭരതനാട്യവും കഥകളിയും പഠിച്ച് അവതരിപ്പിക്കുന്നതിനിടയിലാണ് മോഹിനിയാട്ടത്തിലേക്ക് തിരിഞ്ഞത്. കഴിഞ്ഞ 40 വർഷമായി മോഹിനിയാട്ടത്തിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓൺലൈൻ പഠനം നിലവാരം കുറയ്ക്കുമെന്ന അഭിപ്രായമില്ല. കളിക്കേണ്ടത് എവിടെയാണെന്നറിഞ്ഞതിന് ശേഷമാണ് കഥ തിരഞ്ഞെടുക്കാറുള്ളതെന്നും സുനന്ദ നായർ പറഞ്ഞു. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു. അവർ സ്ട്രിക്റ്റ് റൂൾ ഉണ്ടെങ്കിൽ കോറിയോഗ്രാഫി ചെയ്യാനകത്ത് സമ്മതിച്ചിരുന്നില്ല. അതും മനസ്സിലായില്ല. കാരണം എല്ലാവരും കോറിയോഗ്രാഫി ചെയ്യുക, ഒരു കുറച്ച് പഠിക്കുമ്പോഴേക്കും എല്ലാവരും കോറിയോഗ്രാഫി ചെയ്യുക, കളിക്കുക, അതാണ് ഇപ്പോൾ ട്രെൻഡ്. അതും മനസ്സിലായില്ല. പക്ഷെ എന്നാലും തിരിച്ച് ചോദിച്ചില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഷീ പാസ്ഡ് അവേ ജസ്റ്റ് 1.5 years ago. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാണ്. കാരണം എന്താ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, ഇപ്പം നമ്മൾ 2 ഭാഷ പഠിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു തമിഴ്, തെലുഗു, കന്നഡ, മലയാളം പഠിക്കുകയാണെങ്കിൽ, ഒക്കെ കൂടി ഒന്നിച്ച് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എവിടെയും എത്തില്ല, ഒരു ഭാഷയും ക്ലിയർ ആവില്ല. വർണ്ണത്തിനും ഭാവത്തിനും പ്രാമുഖ്യം നൽകിയാണ് ഭരതനാട്യം അവതരിപ്പിക്കാറെന്ന് പ്രശസ്ത ഭരതനാട്യം നർത്തകി കീർത്തി റാം പറഞ്ഞു. ഇന്നും പാരമ്പര്യമായി തെരഞ്ഞെടുത്തു വരുന്ന കൃതികൾക്കാണ് പ്രാമുഖ്യം. പാരമ്പര്യ കൃതികളിലെ കഥാസന്ദർഭങ്ങൾക്ക് യോജ്യമായ ഭാവങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് ആസ്വാദകർ ഇഷ്ടപ്പെടാറുണ്ടെന്നും കീർത്തി റാം പറഞ്ഞു. പ്രശസ്ത വയലിൻ വാദകൻ തിരുവിഴ വിജു എസ് നായരും മീറ്റ് ദി ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെന്മാറ വിത്തിനശ്ശേരിയിൽ വീട്ടിലെത്തിയ പുലിയെ വിരട്ടിയോടിച്ച വളർത്തുനായ താരമാകുന്നു. ഇന്നലെ പുലർച്ചെ നെല്ലിപ്പാടം പൊന്മലക്കളം അത്തിമറ്റത്തിൽ ശശിയുടെ വീട്ടുമുറ്റത്തെത്തിയ പുള്ളിപ്പുലിയെയാണ് റോഡ് വൈലർ ഇനത്തിൽപ്പെട്ട വളർത്തുനായ റോക്കി വിരട്ടിയോടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം രാത്രി 2:30യോടെയാണ് ശശിയുടെ വീട്ടുമുറ്റത്ത് പുലി എത്തിയത്. പുലിയെ കണ്ട റോക്കി കുരച്ചതിനെ തുടർന്ന് ശശി ടോർച്ചടിച്ച് നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. പിന്നീടാണ് റോക്കിയുടെ കൂടിനരികിൽ രക്തവും റോക്കിയുടെ കഴുത്തിൽ മുറിവും കണ്ടത്. തുടർന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ഉടനെ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. പുലിയുടെ സാന്നിധ്യമുള്ള ഈ പ്രദേശത്ത് കർശന നിരീക്ഷണം വേണമെന്നും കൂട് സ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യം വനംവകുപ്പ് ചെവിക്കൊള്ളാറില്ല. വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്നാറുള്ള പുലി വളർത്തുനായയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞത് കൗതുകമായി. വളർത്തുനായ തിരിച്ചാക്രമിച്ചതോടെ പുലി പിടിവിട്ട് ഓടിപ്പോയ ദൃശ്യങ്ങൾ ഇതിനോടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. റോക്കിക്ക് അഭിനന്ദനവുമായി നിരവധി കമൻറ്റുകളാണ് എത്തുന്നത്. ജനവാസ മേഖലയിൽ പുലി എത്തിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂർ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്ര സാംസ്കാരിക വേദി നിർമ്മിക്കുന്ന ശിവദം മുത്തശ്ശൻ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന ചടങ്ങിൽ സ്വാമി ദേവാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തി. മാത്തൂർ വെട്ടിക്കാട് അദ്വൈതാശ്രമം സ്വാമി ദേവാനന്ദപുരി, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി, RSS വിഭാഗ് ചാലക് VK സോമസുന്ദരൻ, ഗിരിജ, രാജേഷ് ബാബു, ലതിക, ശരത് A ഹരിദാസൻ, KK പത്മഗിരീഷ്, PK സുന്ദരൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ശ്യാം പ്രസാദ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പതിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന് മങ്കര UP സ്കൂളിൽ തുടക്കമായി. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഞങ്ങൾ അന്നത്തെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ അങ്ങ് പോവുക, കുടി കൊണ്ടാൻ തുടങ്ങുക, ഓരോരുത്തരെ മണ്ണ് പോയി തലയിലഴിച്ച് അപ്പുറത്തോട്ട് കൊട്ടുക. അങ്ങനെ എല്ലാ വീടുകളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ബാത്റൂമിന് ആവശ്യമായിട്ടുള്ള കക്കൂസിന് ആവശ്യമായിട്ടുള്ള പിറ്റ് നിർമ്മിച്ചു കൊടുത്തു. അപ്പോൾ ഒരു കായിക ശേഷി തീർച്ചയായിട്ടും വേണ്ടി വരുമല്ലോ. സാമ്പത്തികമായിട്ടൊക്കെ കഴിവില്ലാത്ത ആളുകൾക്ക് അത്തരത്തിൽ ചെയ്തു കൊടുക്കുക, അതായിരുന്നു ഞങ്ങൾ 10 ദിവസവും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ. NSS ഗീതത്തോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മങ്കര പഞ്ചായത്ത് അംഗം രാധാകൃഷ്ണൻ, ലക്കിടി പേരൂർ പഞ്ചായത്ത് അംഗം സുജിനി, മങ്കര വെസ്റ്റ് UP സ്കൂൾ പ്രധാനാധ്യാപിക രതി, ഹെൽത്ത് ഇൻസ്പെക്ടർ KS രാജേഷ്, കോളേജ് ചെയർമാൻ S ഷഹദാസ്, PTA വൈസ് പ്രസിഡന്റ് സഹദേവൻ, NSS പ്രോഗ്രാം ഓഫീസർ V അജിത, റിട്ടയർഡ് HM M സേതുമാധവൻ, KM രാമചന്ദ്രൻ മാസ്റ്റർ, KS പ്രിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. KSFE വാണിയംകുളം ശാഖ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. അഭിനേതാവ് ബാലൻ C നായർ ഉദ്ഘാടനം ചെയ്തു. കസ്റ്റമർ മീറ്റിൽ പാലക്കാട് RO സീനിയർ മാനേജർ VH മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് മാനേജർ P ആതിര സ്വാഗതവും അസിസ്റ്റന്റ് മാനേജർ PV അജിത് കുമാർ നന്ദിയും പറഞ്ഞു. KSFEയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നതിനും KSFEയുടെ ഭാവി വികസന പദ്ധതികളെക്കുറിച്ച് സംവദിക്കുന്നതിനും വേണ്ടിയാണ് കസ്റ്റമർ മീറ്റ് 2005 സംഘടിപ്പിച്ചത്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഉടമകൾ ജനങ്ങളാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരം ജനകീയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള പ്രചോദനമെന്ന് ബ്രാഞ്ച് മാനേജർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മൈസൂർ അമൃത വിശ്വവിദ്യാപീഠം സർവകലാശാലയിൽ നിന്നും വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ PhD കരസ്ഥമാക്കിയ മാങ്കുറിശ്ശി തോണിപ്പറമ്പ് TK സന്ദീപിനെ കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി അനുമോദിച്ചു. ഇന്ന് നമ്മളെല്ലാം ടെക്നോളജിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അഭിരമിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചെറുപ്പക്കാരും അതിൽ ചെറുപ്പക്കാരന്മാരും യങ്സ്റ്റേഴ്സിനിടയിൽ ഏറ്റവും കൂടുതലായിട്ട് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങളിലൂടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിൽ കൂടുതൽ സംവദിക്കുന്നവരായി മാറിയതിന്റെ ഭാഗമായി ഒരുപക്ഷെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വലിയ വെല്ലുവിളികൾ പുതിയ തലമുറ മുൻകാലത്തേക്കാൾ വ്യത്യസ്തമായി അനുഭവിക്കേണ്ടി വരികയാണ്. ആ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 8.5 വർഷത്തോളമായി തന്റെ പ്രിയപ്പെട്ട ഈ സബ്ജക്റ്റിനെ ഏറ്റവും നല്ല നിലയിലാക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രിയ സഹോദരൻ സന്ദീപ് നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് PhD കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. തോണിപ്പറമ്പ് റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥൻ MM കുമാറിന്റെയും K കോമളത്തിന്റെയും മകനാണ്. ഭാര്യ അധ്യാപികയായ ഹർഷ. വീട്ടിൽ നടന്ന ചടങ്ങിൽ CPIM നേതാക്കളായ CM അബ്ദുൾ റഹ്മാൻ, ER ശശി, KG അനീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ K ഉമാദേവി, വിനീത, ഷാജീവ്,
കൃഷ്ണദാസ്, മുൻ പഞ്ചായത്ത് മെമ്പർ വസന്തകുമാരി എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു. ചടങ്ങിൽ CPIM 5ാം വാർഡ് കമ്മിറ്റിയുടെ ഉപഹാരവും നൽകി. വ്യാസവിദ്യാപീഠം സംസ്ഥാന കലാമേള ശ്രുതിഭരതം ഡിസംബർ 26, 27, 28 തീയതികളിൽ കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിൽ നടക്കും. 14 ജില്ലകളിൽ നിന്നായി 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് പ്രിൻസിപ്പാൾ A. ചന്ദ്രമോഹൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 128 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. 300ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഓരോ ഇനങ്ങളിലും 14 ജില്ലകളിൽ നിന്ന് 1ാം സ്ഥാനത്തെത്തിയവർ മത്സരിക്കും. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരം. പീഠത്തിലെ 4 സ്റ്റേജുകളിലും BEd കോളേജിലെ 2 സ്റ്റേജുകളിലുമായി നടക്കുന്ന മത്സരങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രിൻസിപ്പാൾ അറിയിച്ചു. 128 ഐറ്റത്തിൽ 6 വേദികളിലായിട്ടാണ് വെഡിങ് നടക്കുന്നത്. 2000 കുട്ടികളും ഒരു 700-750 എസ്കോട്ടിംഗ് പ്ലസ് മേക്കപ്പ് അങ്ങനെ അതിലും കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ സോഫ ലിസ്റ്റ് പ്രകാരം. 26-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ആണ് ഇനാഗുറേഷൻ. ഇനാഗുറേഷനിൽ പങ്കെടുക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസിലെ ശ്രീലാൽ വേണു, മനു മോഹനാണ്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ രാജീവാണ്. വിദ്യാനികേതൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മാഷ് കീനോട്ട് അഡ്രസ് ഉണ്ടാവും. ഇനാഗുറൽ ഫംഗ്ഷൻ 26-ാം തീയതി വൈകിട്ട് 4 മണിക്ക്. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ N. രാജീവ്, വിദ്യാപീഠം സെക്രട്ടറി KR റജി, PROP ബേബി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റലി വാളയാർ ആൾക്കൂട്ടമർദ്ദന കൊലപാതകം സർക്കാരിന്റെയും പോലീസിന്റെയും ഗുരുതര വീഴ്ചയാണെന്ന് BJP ആരോപിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇന്റലിജൻസ് കാര്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മുൻകരുതൽ എടുക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല. അത് സർക്കാരിൻ്റെ ഒരു വീഴ്ചയായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിൽ സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കാര്യമായി പ്രവർത്തിച്ച് വേണ്ടുന്ന തക്കതായ നടപടികൾ സ്വീകരിക്കണം. അത് ചെറുതായിട്ടൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആൾക്കൂട്ട കൊലപാതകത്തിന് ശേഷം ന്യായീകരിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. കാരണം ഒരു മനുഷ്യജീവൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കും നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾ ഇവിടെയുണ്ട്, പോലീസ് സ്റ്റേഷനിലുണ്ട്. മോഷണം ആരോപിച്ചാണ് ഇത്തരം ഒരു ഹീനകൃത്യം നടത്തിയത് എന്നുള്ളതിൽ തന്നെ വളരെയധികം പ്രതികളെ സംരക്ഷിക്കാനുള്ള മറുകണ്ഠം ചാടലാണ് ഇത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമ്മൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം ആരാണ് നൽകിയത്? ആൾക്കൂട്ട കൊല മുൻപ് അട്ടപ്പാടിയിലുണ്ടായി, അതിനുശേഷം എത്ര ഇടങ്ങളിലാണ് ഉണ്ടായത്? ഒരിക്കലും അത് ന്യായീകരിക്കാവുന്നതല്ല. തക്കതായ ശിക്ഷ ഗവൺമെന്റിന്റെ തലത്തിൽ നിന്ന് അത് നേടിയെടുക്കണം. അത് അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി തുറുങ്കിലടക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം. ഒരിക്കലും നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം ജനങ്ങൾക്കില്ല. ഇവിടെ പോലീസ് സംവിധാനമുണ്ട്, ഭരണഘടനയുണ്ട്, അനുശാസിക്കുന്ന നിയമങ്ങളുണ്ട്. അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ അവനവൻ്റെ കക്ഷി താല്പര്യത്തിനനുസരിച്ച് പോലീസിനെയും ഭരണകൂടത്തിനെയും പഴിചാരുന്ന പ്രവണത കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രെയിൻ നിരക്ക് വർധന പിൻവലിക്കണമെന്ന DYFI. നിരക്ക് വർധനയ്ക്കെതിരെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് യുവജന മാർച്ച്. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് നയം ഇന്ത്യൻ റെയിൽവേയെ തകർത്തെന്ന് നേതാക്കൾ. പുതുശ്ശേരിയിൽ മദ്യപിച്ചാണ് കുട്ടികൾ കരോൾ നടത്തിയതെന്ന BJP നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ രക്ഷിതാക്കൾ. അധിക്ഷേപം അക്രമത്തേക്കാൾ വേദനിപ്പിച്ചു. അക്രമത്തിന് ശേഷം അധിക്ഷേപം തുടരുന്നത് ശരിയല്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ. മതസൗഹാർദ്ദം തകർക്കുന്ന ഒരു നടപടിയും കോൺഗ്രസ് അംഗീകരിക്കില്ല. ലൈംഗികാതിക്രമ കേസിൽ പ്രതിക്ക് 59 വർഷം തടവ്. ബാലികയെ പീഡിപ്പിച്ച കേസിൽ വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ശിക്ഷിച്ചത് ചെറുതുരുത്തി ഇരട്ടക്കുളം സ്വദേശി 36 വയസ്സുള്ള അബ്ദുൾ റഹ്മാനെ. പ്രതി 90,000 രൂപ പിഴയടയ്ക്കണമെന്നും ഉത്തരവ്. കൊളപ്പള്ളി പാലക്കാട് പാതയിൽ ഷൊർണൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങളിൽ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. BMBC വർക്കുകൾ തുടങ്ങിയത് കൊളപ്പള്ളിയിൽ നിന്ന്. പാത നവീകരണം ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചെലവിൽ.
വാളയാർ ആൾക്കൂട്ട മർദ്ദന കൊലപാതകം പോലീസിന്റെ വീഴ്ചയെന്ന സോളിഡാരിറ്റി. കേസ് ദുർബലമാക്കാനുള്ള നീക്കം അനുവദിക്കില്ല. വാളയാറിൽ നടന്നത് വംശീയ കൊലപാതകമെന്നും സോളിഡാരിറ്റി. തിരുപ്പിറവിയുടെ സ്മരണയിൽ നാട് ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക്. ദേവാലയങ്ങളിൽ വിപുലമായ പരിപാടികൾ. തിരുപ്പിറവി കർമ്മങ്ങൾ രാത്രി 10:30 തുടങ്ങും. കുളപ്പുള്ളി അന്തിമഹാകാളൻകാവ് താലപ്പൊലിക്ക് ക്ഷേത്രവും തട്ടകവും ഒരുങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.